സതീശ മാടമ്പി തമ്പ്രാൻ വേദിയിൽ സംസാരിക്കുമ്പോൾ വേദിക്ക് പുറത്തുള്ളവർ കൈകെട്ടി വായും പൊത്തി പഴയ അടിമകളെ പോലെ ഇരുന്നോളണം. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും, ഇതെന്താ സതീശനെതിരെ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണോ എന്ന സംശയമുണ്ടാകും. വേണ്ട, ദൃശ്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടാൽ മതി. ഇന്നിപ്പോ പുതുയുഗ യാത്രയിൽ അദ്ദേഹത്തിന്റെ സ്വീകരണ വേദിയിലേക്ക് വന്നതിന് ശേഷമുള്ള മാടമ്പി തമ്പ്രാന്റെ യഥാർത്ഥ സ്വഭാവം വെളിയിലെടുത്തു. ആ വെളിയിലെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം പാർട്ടി അണികളോട് ഇങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തി ഈ നാട്ടിലെ ജനങ്ങളോട് വളരെ സാധുവായിട്ട് അല്ലെങ്കിൽ വളരെ സരസനായിട്ട് പെരുമാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ ദൃശ്യമൊന്ന് കണ്ടേച്ച് വരും. എന്നിട്ട് സ്വയം ചിന്തിക്കുക, ഇങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയായാൽ എങ്ങനെ ഇരിക്കുമെന്ന് കൂടി അതിനോടൊപ്പം ആലോചിക്കുക. വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, സംസാരിക്കായിരുന്നേ സംസാരിക്കാതിരിക്കേ, മിണ്ടരുത് ഇവിടെ നിന്ന്. ഈ നാടിന്റെ സമ്പദ്ഘടനയാണ് ഒരു നാടിന്റെ നട്ടെല്ല്. അത് തകർന്നു കിടക്കുകയാണ്. സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് സംസാരിക്കായിരുന്നു. ഇവിടെ നിന്ന് മാറി ഈ യോഗത്തിൽ അച്ചടക്കം വേണ്ട. മാറി എല്ലാവരും മാറി. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്ക് കൂടി കൊടുക്കാനുള്ളത് 1,00,000 കോടി രൂപയാണ്. ഡാ മിണ്ടാതിരിയടാ എന്നാണ് പറയുന്നത്. പ്രവർത്തകനെ വിളിക്കുന്നത് ഡാ എന്ന്. നല്ല സംസ്കാരം. അത് പിന്നെ തറവാട്ടിപ്പറന്ന സതീശ മേനോന് സാധാരണക്കാരായ മനുഷ്യരെ ഡാ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ കഴിയും? അതുകൊണ്ടാണ് സ്വന്തം പരിപാടി കാണാൻ വന്ന പ്രവർത്തകരോട് അദ്ദേഹത്തിന് എന്താ മിണ്ടാതിരുന്നൂടെ, ഒന്ന് കേട്ടൂടെ എന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് പറ്റാതെ ഇങ്ങനെ ധിക്കാരവും ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഇന്ന് എത്ര മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കുന്നു. സതീശൻ ആരോടാണ് ആ കൽപ്പന പുറപ്പെടുവിച്ചത്? ആ മനുഷ്യന്റെ അന്തസ്, അഭിമാനം എന്നതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു വേദിയിൽ സെൽഫിക്ക് സമ്മതിച്ചില്ല. അവരുടെ വീട് തേടി പോകുന്നവർ ഇന്നിപ്പോ സതീശൻ ഈ ചെയ്ത പ്രവർത്തനം കണ്ടിട്ട് അവർക്ക് ഒരു സാധാരണ സംഭവമാണ്. പ്രവർത്തകരോട് നേതാവ് മൈക്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ അതങ്ങ് പോവുകയാണ്. അതിൽ ധിക്കാരമില്ല, ധാർഷ്ട്യമില്ല. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് പ്രത്യേക സ്റ്റഡി ക്ലാസ്സുമില്ല. എന്തിനേറെ പറയുന്നു, ഒരു ചർച്ച പോലുമില്ല. അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചെന്നോ രോഷമെന്നോ ഇങ്ങനെയുള്ള യാതൊരു വാക്കുകളുമില്ലാതെ കാണിച്ചു എന്ന് വരുത്തി തീർക്കാൻ വാക്കുകളിലൂടെ ആ വിഷയത്തെ ലഘൂകരിക്കുന്ന ആ മാധ്യമ പിതൃശൂന്യത കൂടി നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ മൈക്കിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ വൈകുന്നേരം വരെ ഈ ദൃശ്യം വെച്ചുള്ള അലക്കൽ നിങ്ങൾ കാണാമായിരുന്നു. ഇവിടെ വാർത്ത കൊടുത്തു എന്ന് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണ വാർത്ത, അത് ഹൈപ്പ് വരേണ്ട കാര്യമില്ല, ഞങ്ങൾ കൊടുത്തിരുന്നല്ലോ പറയാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയെ ഭയന്ന് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സതീശ മാടമ്പി എന്ന വ്യക്തി എങ്ങനെയാണ് താൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായും പൊത്തി ഇരുന്നോളണം. പഴയ അടിമകൾക്ക് കുഴികുത്തി കഞ്ഞി കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതേ മനോഭാവമാണ്. ഒപ്പം തന്നെ വേദിയിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരടുത്തെല്ലാം മാറി നിൽക്ക് എന്ന് പറയുമ്പോൾ ആ മാറി നിൽക്കൊന്നും ഒരു പ്രശ്നമല്ല. കടക്ക് പുറത്താണെങ്കിൽ അത് വലിയ വാർത്തയായി മാറിയനെ. മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അത് സർവ്വസാധാരണമാണ്. ഇതാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ കുത്തി നിറച്ചിരിക്കുന്ന വലതുപക്ഷ ബോധമുള്ള അടിമകളുടെ വാർത്താ സൃഷ്ടി എന്ന് തിരിച്ചറിഞ്ഞോളൂ. വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, സംസാരിക്കായിരുന്നേ സംസാരിക്കാതിരിക്കേ, മിണ്ടരുത് ഇവിടെ നിന്ന്. ഈ നാടിന്റെ സമ്പദ്ഘടനയാണ് ഒരു നാടിന്റെ നട്ടെല്ല്. അത് തകർന്നു കിടക്കുകയാണ്. സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് സംസാരിക്കായിരുന്നു. ഇവിടെ നിന്ന് മാറി.
ഈ യോഗത്തിൽ അച്ചടക്കം വേണ്ട. പറയും എല്ലാവരും പറയും. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്ക് കൂടി കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്.